നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ നിർണായകമായ പല നീക്കങ്ങൾക്കും അടുത്ത സാക്ഷ്യം വഹിക്കാൻ ആദ്യ ലോക്സഭ കൂടുന്നതിന് തൊട്ടു മുൻപാണ് നിർമ്മല സീതാരാമന്റെ ആ വലിയ പ്രഖ്യാപനം വന്നത്. GST ഒഴിവാക്കിക്കൊണ്ടുള്ള ആ വലിയ പ്രഖ്യാപനം. മൂന്നാം ഘട്ടം 3 മടങ്ങ് ശക്തിയോടെയാണ് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന GST ഉൾപ്പെടെയുള്ള പല നിർണായകമായ തീരുമാനമാണ് ഇനി വരുന്ന ബഡ്ജറ്റിലടക്കം സർക്കാർ അവതരിപ്പിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ പല തീരുമാനങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. പെട്രോൾ, CNG അടക്കം GST പരിധിയിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. സുരേഷ് ഗോപിയുടേതടക്കം നിർണായകമായ നീക്കങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതണം. അധികാരത്തിൽ കയറി ഉടനെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സുരേഷ് ഗോപി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ മോദി സർക്കാർ 3.0 പുതിയ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. 53ാം GST കൗൺസിൽ യോഗത്തിൽ നിരവധി തീരുമാനങ്ങളാണ് ഇതോടനുബന്ധിച്ച് നിർമ്മല സീതാരാമൻ അടക്കം കൈക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ നടന്ന GST കൗൺസിൽ യോഗത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ GST പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. GST നിരക്കുകളിലെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എയർക്രാഫ്റ്റ് പാർട്സ് ആൻഡ് ടൂൾസ്, വിമാനങ്ങളുടെ ഭാഗങ്ങൾ, ഘടകങ്ങൾ, ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ, ടൂൾസ്, ടൂൾ കിറ്റുകൾ എന്നിവയുടെ ഇറക്കുമതിയിൽ 5% IGST ആണ്. 2, പാൽക്കാനുകൾ, എല്ലാ സ്റ്റീൽ, ഇരുമ്പ്, അലൂമിനിയം പാൽക്കാനുകൾക്കും 12% GST. 3, കാർട്ടണുകൾ, ബോക്സുകൾ, പേപ്പർ കെട്ടുകൾ എന്നിവയുടെ GST 18% നിന്ന് വെറും 12% കുറച്ചിരിക്കുകയാണ്. 4, സോളാർ കുക്കറുകളാണ്. സിംഗിൾ അല്ലെങ്കിൽ ഡ്യുവൽ എനർജി സ്രോതസ്സുകളായാലും എല്ലാ സോളാർ കുക്കറുകൾക്കും 12% GST. 5, പൗൾട്രി മെഷീനറി ഭാഗങ്ങൾ, കോഴി വളർത്തൽ യന്ത്രങ്ങളുടെ ഭാഗങ്ങൾക്ക് 12% GST ആക്കി. 6, സ്പ്രിംഗ്ലറുകൾ, ഫയൽ വാട്ടർ സ്പ്രിംഗ്ലറുകൾ ഉൾപ്പെടെ എല്ലാത്തരം സ്പ്രിംഗ്ലറുകൾക്കും 12% GST ആണ്. റെയിൽവേ നൽകുന്ന സേവനങ്ങളായ പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റിട്ടയർ റൂം, വെയിറ്റിംഗ് റൂം, ക്ലോക്ക് റൂം സേവനങ്ങൾ, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ സേവനങ്ങൾ എന്നിവയെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ ഇൻട്രാ റെയിൽവേ വിതരണങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്ത് വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലുകളെ GST പരിധിയിൽ നിന്നും ഒഴിവാക്കിയത് വലിയ ആശ്വാസകരമാണ്. ഒരാൾക്ക് പ്രതിമാസം 20,000 രൂപ വരെയുള്ള താമസ സേവനങ്ങളെയാണ് ഇപ്പോൾ ഒഴിവാക്കുന്നത്. GSTR 4 റിട്ടേണുകളും വിശദാംശങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 30 വരെ നീട്ടും. ചെറുകിട നികുതിദായകരെ സഹായിക്കുന്നതിനാണ് ഇത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള റിട്ടേണുകൾക്ക് ഇത് ബാധകമാകും. GST നിയമത്തിലെ സെഷൻസ് 73 പ്രകാരം പുറപ്പെടുവിച്ച ഡിമാൻഡ് നോട്ടീസുകളുടെ പിഴയും പലിശയും ഒഴിവാക്കും. 2017-18, 18-19, 19-20 സാമ്പത്തിക വർഷങ്ങളിലേക്കാണ് ഇത് ബാധകമാകുക. അപ്പീൽ ട്രിബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിനുള്ള തുക 20 ലക്ഷം രൂപയും ഹൈക്കോടതിയിൽ 1 കോടി രൂപയും സുപ്രീം കോടതിയിൽ 2 കോടി രൂപയുമായി കുറച്ചു. ഈ തീരുമാനങ്ങൾ വ്യാപാരികൾക്കും MSMEകൾക്കും നികുതിദായകർക്കും ഗുണം ചെയ്യുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട്. ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ആധാർ ഓതന്റിക്കേഷൻ നടപ്പാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. വ്യാജ ഇൻവോയ്സുകൾ മുഖേനയുള്ള ക്ലെയിമുകൾ തടയാനാണ് ഇതെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി നിർണായകമായ നീക്കങ്ങളാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്നത്.